സഞ്ജന ചന്ദ്രൻ, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായി ആണോ? ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഇതിനകത്ത് ഒരു വർണ്ണവെറി മാത്രമാണോ ബാക്കി നിൽക്കുന്നത്? അതൊരു ജാതി അധിക്ഷേപം, അല്ലാത്ത തരത്തിലുള്ള വിവേചനം, മാറ്റി നിർത്തൽ, ഇതെല്ലാം ഇതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സഞ്ജന, പറയൂ. ഒരു വർഷത്തിന് മുമ്പെയാണ് ഇതേ സമാന ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടാവുന്നത്. കാരണം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നടത്തിയ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രത്ത് വെച്ച് അങ്ങനെ ഒരു കലോത്സവം നടക്കുകയും അതിൽ ഭരതനാട്യത്തിൽ എനിക്ക് 2ാം സ്ഥാനമായിരുന്നു. ഇവിടെ സ്ഥാനമാനങ്ങൾക്കല്ല പ്രശസ്തി, പക്ഷേ നമ്മൾ കൊടുത്ത കംപ്ലൈന്റിൽ അവർ മറുപടി ആയിട്ട് തന്നിരിക്കുന്നത് ദേവിയുടെ സൗന്ദര്യമില്ല എന്നായിരുന്നു. അതിന്റെ ഒരു നോട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതാണ് അവർ തന്ന ജഡ്ജ്മെന്റ് പകർപ്പ്. അതിൽ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് എടുത്ത് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇന്നും നിറത്തിന്റെയും ആകാരവടിവിന്റെയും ഒക്കെ പേരിൽ നർത്തകി അല്ലെങ്കിൽ നർത്തകന്മാരെ അളക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കൂൾ കലോത്സവത്തിന്റെ നമ്മൾ ജഡ്ജ്മെന്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു ഷീറ്റിൽ ആ ഒരു സ്കോർ ചെയ്യുന്ന ആ ഷീറ്റിൽ എഴുതിയിട്ടുള്ള പ്രത്യേക കാര്യം സൗന്ദര്യം എന്നുള്ളത് പ്രത്യേക ഒരു ഫാക്ടറാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഈ RLV രാമകൃഷ്ണ മാഷൊക്കെ കിട്ടിയ അത്രത്തോളം ഒരു ചർച്ചകൾ ഈ ഒരു പേരിൽ നടന്നോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ദേവിയുടെ സൗന്ദര്യം എന്നൊക്കെ എടുത്ത് പറയുമ്പോൾ ഇവരാരും ഈ ദേവിയെ രൂപത്തെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളല്ല. ആരോ കഥകളിലൂടെ എഴുതി വെച്ചിട്ടുള്ള, നമ്മളെ പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള സോ കോൾഡ് ഈ പറയുന്ന ദേവലോകത്തിന് ആ ഒരു കൺസെപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ദേവിയുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തന്നെ ഇവര് പറയുന്നത്. അപ്പൊ ഇത്തരം സോ കോൾഡ് സൗന്ദര്യത്തിനെ വെച്ച് മനുഷ്യരായിട്ടുള്ള നമ്മളെ അളക്കുന്നത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിറത്തിന്റെ പേരിൽ അതായത് കറുത്ത നിറമുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ഈ സത്യഭാമ ടീച്ചർ പറഞ്ഞ പോലെ, ടീച്ചറിനൊന്നും അവർ വിളിക്കാൻ പറ്റില്ല. കാരണം അറിവ് പകർന്നു തരുന്നവനാണ് ഒരു നല്ല ഗുരു. അല്ലാതെ ഈ പറയുന്ന പോലെ വിടുവായുത്തം പറഞ്ഞ് അതിനെ മുകളിൽ വീണ്ടും വീണ്ടും പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം അവരുടെ സ്ഥാപനത്തിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് മുകളിൽ ഇവരെ പരാമർശിക്കാൻ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും അവരുടെ കലാമണ്ഡലം എന്നുള്ള പേര് തന്നെ എടുത്ത് കളയാണ് വേണ്ടത്. കാരണം അതുപോലും അവർ അർഹിക്കുന്നില്ല. ഓരോ വർഷവും കലാമണ്ഡലത്തിൽ നിന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകളാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ നേരെ തിരിച്ച് ഈ ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ ഇഷ്യൂ വന്ന സമയത്തും അന്ന് വളരെയധികം പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ ദേവിയുടെ സൗന്ദര്യമില്ല എന്നും അതുപോലെ ആദിവാസി നൃത്തരൂപങ്ങൾക്ക് ഭാവാഭിനയങ്ങളില്ല എന്നൊക്കെ. അപ്പോൾ ഈ ആദിവാസി നൃത്തരൂപങ്ങളൊക്കെ മാർക്കിടാൻ വരുന്നത് ഈ പറയുന്ന പോലെ MA ഭരതനാട്യം, MA മോഹിനിയാട്ടമൊക്കെ കഴിഞ്ഞ ശാസ്ത്രീയ നൃത്തത്തിൽ ബിരുദമുള്ള ആളുകളാണ്. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഈ ആദിവാസി നൃത്തരൂപങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുക എന്നുള്ളത് അന്നും ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോഴും അവർ പറയുന്നത് ഭാവാഭിനയങ്ങളൊന്നും ആദിവാസികൾക്ക് ഇല്ല എന്നായിരുന്നു. ഈ ആദിവാസി കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഈ ആദിവാസികൾ കലാരൂപങ്ങളൊന്നും തന്നെ ഇവര് നവരസങ്ങൾ പഠിച്ചിട്ടല്ല ഇത്തരം നൃത്തരൂപങ്ങളൊന്നും ചെയ്യുന്നത്. അവര് സന്തോഷ വേളകളിൽ ചെയ്യുന്ന കലാരൂപങ്ങളാണ് നമ്മൾ പൊതുവെ. സഞ്ജന നൃത്തവേദിയിൽ നേരിട്ട് തന്നെ അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ് സഞ്ജന പറയുന്നത്. അത് സൗന്ദര്യത്തിന്റെ അളവുകോലാണെങ്കിലും നിറത്തിന്റെ അളവുകോലാണെങ്കിലും എല്ലാം അത് ഒരു നൃത്തത്തിന് മാർക്കിടുമ്പോൾ അത് പരിഗണിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അതായത് ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം വിവേചനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് പേർ പലതവണ ഈ നാട്ടിൽ തന്നെ. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ അന്ന് കൃത്യമായി ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചതാണ്. ഈ പറയുന്ന പോലെ ഇപ്പോൾ രാമകൃഷ്ണ മാഷ്ടർക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദു ടീച്ചർ അടക്കം മുന്നോട്ട് വന്ന് അന്ന് ടീച്ചറുടെ കീഴിലാണ് ഈ ഒരു കലോത്സവം നടത്തിയത്. എന്നിട്ട് പോലും ഇവരാരും ഇതിനെതിരെ ശബ്ദമുയർത്താനോ ഇങ്ങനെ ഒരു പരാമർശം എഴുതിയ ആളെ മുന്നോട്ട് കൊണ്ടുവരാനോ അവരുടെ തെറ്റ് തിരുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഇന്നും ഞങ്ങൾ കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വളരെയധികം ട്രോമ ഉണ്ടാക്കിയ ഒരു കലോത്സവമായിരുന്നു. കാരണം ഇത്തരം ജാതീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നിറത്തിന്റെ പേരിലൊക്കെ കലാകാരി അല്ലെങ്കിൽ കലാകാരന് ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ അവിടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ താഴ്ന്നു പോകുന്നത് ആ ഒരു കലാകാരന്റെ കഴിവിനെയാണ്. അപ്പോൾ ഇത്തരം
കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കലയെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഈ പറയുന്ന പോലെ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കലോത്സവ മാനുവലിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറ്റി മറക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. റൈറ്റ്, തീർച്ചയായിട്ടും. അങ്ങനെ എത്ര ചലഞ്ചസുകളിലൂടെ മറികടന്നുകൊണ്ടാണ് എത്ര പേർ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം കൂടിയാണ് സഞ്ജന ചന്ദ്രൻ. ഞാൻ രാഹുൽ ഈശ്വർ